അവിടെ MVD വിളിച്ചിട്ടുണ്ട്. അവിടെ ഡ്രൈവർമാർക്ക് ഒരു ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം. അല്ലേ, ഒരാൾ പറഞ്ഞു നടുവിലൂടെ ഓടിക്കാം, ഒരാൾ പറഞ്ഞു ലെഫ്റ്റിലൂടെ ഓടിക്കാം, ഒരാൾ പറഞ്ഞു റൈറ്റ് മോസ്റ്റ് ട്രാക്കിലൂടെയാണ് നമ്മൾ ഓടിക്കേണ്ടത് അല്ലേ. അപ്പം പലർക്കും പല അഭിപ്രായമാണ്. ഒരു കാര്യത്തിൽ ആർക്കും സംശയമില്ല, ഹെവി വാഹനങ്ങൾ ഓടിക്കേണ്ടത് ലെഫ്റ്റ് മോസ്റ്റ് ട്രാക്കിലൂടെയാണ് ഓടിക്കേണ്ടത്. അതുപോലെ വേഗത കുറഞ്ഞ വാഹനങ്ങളും ഓടിക്കേണ്ടത് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ലൈനിലൂടെയാണ് വാഹനം ഓടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വാഹനം ഒരു കാർ ഓടിച്ച് നമ്മൾ പോവുകയാണ്. നമ്മൾ കാർ ഓടിക്കുമ്പോൾ അത് സാഹചര്യം അനുസരിച്ച് മാറും എന്നാണ് ഞാൻ പറയാം. സാഹചര്യം അനുസരിച്ച് എന്താണ് സാഹചര്യം? നമ്മൾ കാർ ഓടിച്ച് പോകുന്നു, റോഡ് 3 ലൈനിലും ഫ്രീ ആണ്. ലെഫ്റ്റ് ലൈനിലും ആരുമില്ല, നടുവിലെ ലൈനിലും ആരുമില്ല, റൈറ്റ് മോസ്റ്റ് ലൈനിലും ആരുമില്ല. റോഡ് വളരെ ഫ്രീ ആണ്. നമ്മൾ ഏത് ഭാഗത്തോടെ വണ്ടി ഓടിക്കണം? നമുക്ക് സ്പീഡുണ്ട്, 80-ലായിരിക്കും, 90-ലായിരിക്കാം. സെൻട്രലാണോ? അവിടെയാണ് സംശയം. അതാണ് റോഡ് വളരെ ഫ്രീ ആണ്, ആരുമില്ല. നമ്മൾ ഏത് ലൈൻ തിരഞ്ഞെടുക്കണം? ലെഫ്റ്റ് മോസ്റ്റ് ലൈൻ തന്നെ തിരഞ്ഞെടുക്കണം. എന്തിനു വേണ്ടി അത്? പുറകിൽ നിന്ന് വരുന്ന ഒരാൾക്ക് റൈറ്റിലൂടെ ഓവർടേക്ക് ചെയ്ത് പോകാം. ഈ റൈറ്റ് മോസ്റ്റ് ട്രാക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഓവർടേക്ക് ചെയ്യാനല്ല ശരിക്കും. അത് എമർജൻസി വാഹനങ്ങൾക്കുള്ള ലൈനാണ് റൈറ്റ് മോസ്റ്റ് ലൈൻ. എമർജൻസി വാഹനം. എന്താണ് എമർജൻസി വാഹനങ്ങൾ? ആംബുലൻസ് ആവാം, ഫയർഫോഴ്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരത്തിൽപ്പെട്ടത് വേറെ എന്തെങ്കിലും പ്രത്യേക എമർജൻസിക്ക് പോകുന്ന ആൾക്കാരാവാം. അപ്പോൾ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഈ റൈറ്റ് മോസ്റ്റ് ലൈൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് മോസ്റ്റ് ലൈൻ എപ്പോഴും ഫ്രീ ആയിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അപ്പോൾ റൈറ്റ് മോസ്റ്റ് ലൈൻ ഫ്രീ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നടുവിലൂടെയുള്ള ആൾക്കാർക്ക് ഓവർടേക്ക് ചെയ്യാൻ അവസരം കൊടുക്കണം അല്ലേ? അങ്ങനെ നടുവിലൂടെ ആൾക്കാർക്ക് ഓവർടേക്ക് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിലായിരിക്കണം ഓടിക്കേണ്ടത്? ലെഫ്റ്റ് ലൈനിലൂടെ തന്നെ ആയിരിക്കണം വാഹനം ഓടിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ മുൻവശം റോഡ് ഫ്രീ ആണെങ്കിൽ, ലെഫ്റ്റ് ലൈനിൽ വാഹനങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഏത് വശത്തൂടെ വാഹനം ഓടിക്കണം? നിർബന്ധമായും നമ്മൾ ഇടതുവശത്തെ ലെഫ്റ്റ് മോസ്റ്റ് ലൈനിലൂടെ തന്നെ നമ്മൾ വാഹനം ഓടിക്കണം. ആ ഇടതുവശത്ത് ഓടിക്കുമ്പോൾ നമുക്ക് തടസ്സം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സെൻട്രലിലൂടെ നമുക്ക് അതിനെ ഓവർടേക്ക് ചെയ്യാൻ സെൻട്രൽ ഉപയോഗിക്കാം. ആ സെൻട്രലിലൂടെ പോവാം. സെൻട്രലിലൂടെ ഓവർടേക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ഫ്രീ ആണ്, ലെഫ്റ്റിൽ ആരും ഇല്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ലെഫ്റ്റിലൂടെ പോകണം. കാരണം നമ്മളെപ്പോലെ തിരക്കുള്ള ആളുകൾക്ക് വേറെ വരുന്നുണ്ടാവും. പക്ഷേ ലെഫ്റ്റ് ലൈനുകളെല്ലാം ഹെവി വാഹനങ്ങൾ പോകുന്നു, തിരക്കാണ്, അവിടെ എല്ലാം റഷാണ്, വാഹനങ്ങൾ നിരനിരയായി പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മിഡിൽ ലൈൻ നമുക്ക് അപ്പോൾ പോകാം. അങ്ങനെ മിഡിൽ ലൈനിൽ പോകുമ്പോൾ മുമ്പിൽ ഒരു വാഹനം പോകുന്നുണ്ട്, നമുക്ക് ഓവർടേക്ക് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? റൈറ്റ് മോസ്റ്റിലേക്ക് ഉപയോഗിക്കാം. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ വീണ്ടും മിഡിലേക്ക് പൊക്കോണം. എന്തിനാണ്? ഓവർടേക്ക് ചെയ്തിട്ട് ആ ലൈൻ എപ്പോഴും ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. അതിൻ്റെ ലോജിക്ക് മനസ്സിലായോ? ഈ ലോജിക്ക് അനുസരിച്ച് വേണം വാഹനം ഓടിക്കാൻ. അപ്പോൾ നമുക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല. പക്ഷേ ഈ ലോജിക്ക് ഹെവി വാഹനങ്ങൾക്കില്ല. ഹെവി വാഹനങ്ങൾ കാരണം അവർക്ക് പറഞ്ഞിരിക്കുന്ന സ്പീഡ് ലിമിറ്റ് 65 കിലോമീറ്റർ സ്പീഡാണ്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. 65 കിലോമീറ്റർ സ്പീഡിൽ ഒരു വാഹനം, ഹെവി വാഹനങ്ങൾ ലോഡുമായിട്ട് പോയാൽ അതൊരു ബോംബ് തന്നെയാണ്. അതിൻ്റെ എഫക്റ്റ് ഭയങ്കരമാണ്, അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ മൊമെൻറ്റം ഭയങ്കര കൂടുതലാണ്. ഒരു കെട്ടിടത്തെ തന്നെ ഇടിച്ചു തകർക്കാൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ടാണ് അത്ര ഹെവി വാഹനങ്ങൾക്ക് സ്പീഡ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും നല്ല വണ്ടി ഇതല്ലാണ്ട് എന്തിനാണ് ഈ സ്പീഡിൽ? എനിക്ക് വച്ചത് 100-150 സ്പീഡിൽ പോകുമല്ലോ. അതിൻ്റെ ഭീഷണി, അത്രയും 150 സ്പീഡിൽ അല്ലെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വലിയ വാഹനം ഉണ്ടാക്കുന്ന ഭീഷണി, അതിൻ്റെ ആഘാതം നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് അതിന് ആ സ്പീഡ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ വാഹനം ഓടിക്കുന്ന ഓരോ ഡ്രൈവർമാരും മനസ്സിലാക്കണം. അതാ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഹെവി വാഹനം ഓടിക്കുമ്പോൾ ചില ബൈക്കുള്ള പിള്ളന്മാർ വന്നിട്ട് നമ്മുടെ മുമ്പിൽ കിടന്ന പല അഭ്യാസങ്ങളും കാണിക്കും. നമ്മളെ കോക്കരി കുത്തും അല്ലേ? നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് കളിക്കും ഇങ്ങോട്ട് കളിക്കും. വിട്ടേക്കുക. കാരണം കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞു വാഹനം ഓടിക്കുന്നവർക്കാണ് കൂടുതൽ അതാണ് ഒരു വലിയ വാഹനം ഓടിക്കുന്ന ആളുടെ എന്തിനാണോ അവർക്ക് വയസ്സ് കൂടുതൽ വെച്ചിട്ടുണ്ട്? വാഹനം ഓടിക്കാൻ പ്രായപൂർത്തിയാവണം, അതിന് പക്വത വേണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കൊച്ചുകുട്ടികൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ഓടിക്കുന്ന
ഈ എന്താണ് പക്വതയില്ലാത്ത പെരുമാറ്റങ്ങൾക്ക് അനുകൂലമായിട്ട് നമ്മൾ വലിയ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ പ്രവർത്തിക്കരുത്. കാരണം വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ജീവൻ നഷ്ടപ്പെടാനൊന്നുമില്ല, അത് കുറച്ച് സേഫാണ്. മറ്റവർക്ക് സേഫ്റ്റി ഒട്ടുമില്ല. ഒരു വണ്ടി ബൈക്ക് വരുന്നപ്പോൾ നമ്മൾ വല്ല സൈഡാക്കി കൊടുക്കുന്നു, പിടിച്ചു കൊടുക്കുന്നു. അറിയാം, നമുക്ക് പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക്, അല്ലേ? ചെയ്ത ഡ്രൈവർമാർ ചെയ്ത ഹെവി ഡ്രൈവിംഗ് ചെയ്തതാണ്. നമ്മൾ സൈഡ് കൊടുക്കാതെ കൃത്യം വളവിൽ വരുമ്പോൾ മെല്ലെ അടുപ്പിച്ച് കൊടുക്കുക. അത് മെല്ലെ അവൻ്റെ ജീവിതം, ആ ബൈക്ക് തന്നെ അവൻ തട്ടി, ആ ജീവിതം തീർന്നു. അവൻ ആ ജീവിതം അവിടെ മരിച്ചുപോയി എന്ന്. അവൻ്റെ ആ പക്വത ഇല്ലാത്ത ഒരു നിമിഷത്തെ ഒരു പ്രവൃത്തിയായിരിക്കും. നമ്മൾ ക്ഷമിക്കണം. വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ തീർച്ചയായിട്ടും ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് പറയാറുണ്ട്. അത് കാരണം മാത്രമല്ല, നമുക്ക് 65 കിലോമീറ്റർ സ്പീഡാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാരണം അതിൻ്റെ നിയമപരമായി പറയാൻ കാരണം ഇതാണ്. അതുകൊണ്ട് ചെറിയ വാഹനങ്ങളും കാറുകളൊക്കെ പല അഭ്യാസങ്ങളും കാണിക്കും. അപ്പോൾ വലിയ വാഹനങ്ങൾ കുറച്ചുകൂടെ പക്വത ആ ഡ്രൈവിങ്ങിലും നമ്മൾ. അപ്പം ലൈൻ എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഇനിയിപ്പം മാറിയോ? അപ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ലെഫ്റ്റ് ലൈൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. റൈറ്റ് മോസ്റ്റ് ലൈൻ എപ്പോഴും എമർജൻസി വാഹനങ്ങൾക്കുള്ളതാണ്. ആ ഒരു കാഴ്ചപ്പാടുകൂടിയാണ് നമ്മൾ വാഹനം. അപ്പോൾ എപ്പോഴാണ് നമ്മൾ റൈറ്റ് മിഡിലൂടെ ഓടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ? എപ്പോഴാണ് റൈറ്റ് മോസ്റ്റിൽ ഓടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ? അതിലൊരു സംശയം ഉണ്ടോ ആർക്കെങ്കിലും? നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു പോയാലും ഡ്രൈവർമാർക്കൊക്കെ കുറേ നല്ല അറിവുകൾ കൂടെ സാർമാർ പറഞ്ഞു തന്നു. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ ഹൈവേയുടെ ആൾക്കാരാണ്, അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കൂടെയാണ്. അപ്പോൾ നല്ല ക്ലാസ്സൊക്കെ ആയിരുന്നു. എന്നാണ് വിശേഷമൊക്കെ? സുഖം. എല്ലാവരും ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നതൊക്കെ? ഇവിടെ തന്നെ.